വെൽക്കം ടു തൊടുപുഴ. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനായ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പം തൊടുപുഴ നഗരത്തിലാണ്. തൊടുപുഴ നഗരത്തിന് സമീപമുള്ള കുറേ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഉറവപ്പാറ. തൊടുപുഴ നഗരത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മനോഹരമായ ഈ ഉറവപ്പാറയുടെ മുകളിലെത്താം. ഇതാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്തായിട്ടാണ് തൊടുപുഴ നഗരം. എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടുക്കി റോഡാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് തൊടുപുഴ നഗരത്തിന് സമീപമുള്ള അരുവിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം. വളരെ മനോഹരമാണ്. വെള്ളമൊക്കെ ചാടുന്നുണ്ട്, നല്ല പതഞ്ഞൊഴുകുവാണ്. തൊടുപുഴ നഗരത്തിന് സമീപമുള്ള അടിപൊളി വെള്ളച്ചാട്ടം. അത് മാത്രമല്ല ഇവിടെ നല്ല ഫീലാണ്, സൂപ്പറാണ്. കാരണം മലങ്കര എസ്റ്റേറ്റിന്റെ ഏകദേശം നടുക്കായിട്ട് വരും. തൊട്ട് താഴെയായിട്ട് ഹില്ലി അക്വയുടെ ഫാക്ടറി ഉണ്ട്. തൊടുപുഴ എത്തുന്ന പല ആളുകളും ഇവിടെ എത്തി ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാം ആൻഡ് ക്വയറ്റാണ്, ആരുടെ ശല്യമില്ല. 5 കിലോ വലിപ്പമുള്ള ഭീമൻ ലഡു. അത് മാത്രമല്ല പലതരം ലഡുകൾ. ഇതാണ് വെങ്ങല്ലൂർ സിഗ്നലിലുള്ള സ്വീറ്റ് ഷോപ്പ്. ഇതാണ് ജബ്ബാർക്ക. ജബ്ബാർക്ക ഏകദേശം 45 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ലഡു ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ. അത് ചെറിയ പാക്കറ്റിലും ഉണ്ട്, നമുക്ക് ചെറുതായിട്ട് പാക്കറ്റിലാണേലും മേടിക്കാൻ കിട്ടും. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. 5 കിലോ വലിപ്പമുള്ള ലഡു. നേരെ കാണുന്ന ആ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളാണ് ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലം. വളരെ മനോഹരമാണ്. അടിപൊളി കാഴ്ചകളുള്ള കോളപ്ര എന്ന സ്ഥലത്താണ് നമ്മളിപ്പം. ഇതൊരു ചെറിയ പാലമാണ്. ഈ പാലം സിഗ്നൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. മോളിൽ കാണുന്നതാണ് സിഗ്നൽ. റെഡും ഗ്രീനും കത്തും. ഇപ്പം നമ്മൾ ഗ്രീൻ കത്തിയേക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വഴി പോകുന്നത്. സിഗ്നൽ തെറ്റിച്ച് പോയ ഒരു വണ്ടിയാണ് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കോളപ്ര ക്ഷേത്രം. പാവങ്ങളുടെ വീഗാലാൻഡ് എന്നാണ് ആനയാടിക്കുത്ത് അറിയപ്പെടുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് അടിയിൽ നിന്ന് കുളിച്ച ശേഷമേ ഇവിടെ എത്തുന്നവർ മടങ്ങാറുള്ളൂ. അധികം ആഴമില്ലാത്തതിനാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നീന്തൽ അറിയാത്തവർക്കും ഇവിടെ ഇറങ്ങി കുളിക്കുവാൻ സാധിക്കും. മാത്രമല്ല ഫാമിലിയായി പോകുവാനും നല്ല സ്ഥലമാണ് ആനയാടിക്കുത്ത്. ഇവിടേക്കുള്ള വഴി തൊടുപുഴ നിന്നും കരിമണ്ണൂർ തൊമ്മൻകുത്ത് റോഡ്. ഇതാണ് തൊടുപുഴയുടെ മനോഹരമായ ക്രിക്കറ്റ് സ്റ്റേഡിയം. തൊടുപുഴ നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മനോഹരമായ ഈ സ്റ്റേഡിയത്തിലെത്താം. 15 ഏക്കർ സ്ഥലത്താണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു വനമുണ്ട്. അതുകൊണ്ട് ഫുള്ള് വനമാണ്. അപ്പം തൊടുപുഴ നഗരത്തിൽ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്താം. അടിപൊളി വൈബാണ് കേട്ടോ. ശരിക്കും എല്ലാവരും വരിക. ഇവിടെ ഇപ്പം നടപ്പാതയൊക്കെ ഉണ്ടാക്കി. ഇനി കുറേ സംഭവങ്ങൾ ഇനിയും വരാൻ പോവാണ്. ഇടവെട്ടി വനത്തിലെത്താനുള്ള വഴി പറയാം. തൊടുപുഴ നഗരത്തിൽ നിന്നും നേരെ പന്നിമറ്റം റോഡ് ഏകദേശം 3.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പം ഈ ഇടവെട്ടി എന്ന സ്ഥലത്തെത്തും. അവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ചിറയുണ്ട്, ഇടവെട്ടി ചിറ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നു കഴിയുമ്പോൾ കനാൽ തുടങ്ങും. ആ കനാലിന്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മനോഹരമായ പ്രകൃതിയോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റും. സൂപ്പർ സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. ഇടവെട്ടി വനം. പ്രകൃതിയോടൊപ്പം ഒരു ദിവസം ഒരു കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്ഥലമാണ് ഈ ഇടവെട്ടി വനം. തൊടുപുഴ ഒരു ഭാഗ്യ ലൊക്കേഷനായി സിനിമാക്കാർ കരുതുന്നു. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ തൊടുപുഴയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.